കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ വിളിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ജോലി തട്ടിപ്പിന് ഇരയായിട്ട് റഷ്യയിൽ വന്ന് പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ജോലി തട്ടിപ്പിന് ഇരയായിട്ട് റഷ്യയിൽ വന്ന് പെട്ടത്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മലയാളി റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IAS എൻ്റെ പേര് ഇജാസ്. അപ്പം എനിക്ക് പറയാനുള്ളത്, റഷ്യയിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പിലായിട്ട് ജോലി സാധ്യതകൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് റഷ്യയിൽ അവൈലബിൾ ആയിട്ട് പല രീതിയിലുള്ള വീഡിയോസും പ്ലാറ്റ്ഫോമിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ കയറി പെട്ടെന്ന് നിങ്ങൾ എടുത്തു ചാടി ആ വീഡിയോ കണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് അങ്ങനെയൊന്നും എടുത്ത് ചാടി ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊരു വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. കാരണം ഇപ്പം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ റഷ്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് വിസ തട്ടിപ്പ്. കാരണം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ലാത്ത ആൾക്കാർ പോലും ഇവിടെ വന്നിട്ട് ഒരാഴ്ചയും 2 ആഴ്ചയും ആയിട്ടുള്ള ആൾക്കാർ പോലും വിസ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയിൽ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ നല്ല ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അവർക്ക് ഈ വിസയിലൂടെ കിട്ടുന്ന ഒരു നല്ലൊരു ഇൻകം ആണ് അവരുടെ ഏക ഒരു പ്രതീക്ഷ. അപ്പം ഈ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വൻ തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ട് റഷ്യയിലേക്ക്, വിസ തട്ടിപ്പ്. കാരണം അവർ പറയുന്നതൊന്നുമല്ല ഇവിടെ നടക്കുക. കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുന്നതിന് മുമ്പിലായിട്ട് വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആരാണോ നിങ്ങൾക്ക് ജോബ് വിസ ചെയ്യുന്നത് അവരെക്കുറിച്ച് അറിയുക, അങ്ങനെയുള്ള അവരെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വെറുതെ എടുത്ത് ചാടി നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റഷ്യയിൽ എത്തിപ്പെടാൻ പോലും പറ്റില്ല. ചിലപ്പം റഷ്യയിൽ നിന്ന് ചിലപ്പം ഡീപ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച ജോബോ നിങ്ങൾ ഉദ്ദേശിച്ച സാലറിയോ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കില്ല. അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ പോയി വിസ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല രീതിയിൽ വൻ തട്ടിപ്പുകളാണ്. കാരണം ഇവിടെ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ തട്ടിപ്പുകളാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ് പല രീതിയിലുള്ള വിസയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോയി അതിൽ പെടാതിരിക്കുക. അപ്പോൾ പല തരത്തിലുള്ള വർക്ക് പെർമിറ്റ് ആയാലും, ഈ വർക്ക് പെർമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയുടെ അവസ്ഥ എന്താണ്, എത്ര സാലറി കിട്ടും, ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും മനസ്സിലാക്കാതാണ് പല ആളുകളും എടുത്തു ചാടി ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ എടുത്തു ചാടി ക്യാഷ്, ഇപ്പോൾ പല ആൾക്കാരും ഇന്നും 2 ആഴ്ച 3 ആഴ്ച വരെ വന്ന് റഷ്യയിൽ ഒന്ന് ക്ലച്ച് പിടിക്കാത്ത ആളുകൾ പോലും വിസയെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ പോയി അതിൽ ഇടപെടുക. പല രീതിയിലുള്ള വേക്കൻസി അവൈലബിൾ ആണ്. അങ്ങനെ പല രീതിയിലുള്ള വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് കിട്ടുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വെറുതെ ഒരു ജോബ് ഒരു കമ്പനിയും കൊടുക്കുന്നതിന് റിസർവേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. എന്നാൽ മാത്രമേ ഒരു ജോബിലേക്ക് ഒരു ഫോറിൻ സിറ്റിസനെ റഷ്യയിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ERS എന്നാണ് അതിന് പറയാം. അപ്പം ഗവൺമെൻറ് അലോഡ് ഇല്ലാതെ ഒരാളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഒരു ജോബ് വിസക്ക് വരുന്ന ആൾക്കാർ. പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ പല യൂണിവേഴ്സിറ്റി ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊന്നും വരാതിരിക്കാതെ ജോബ് ഉള്ള ഉദ്ദേശത്തോടു കൂടി വരാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരാതിരിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ ചിലപ്പോൾ 3 മാസം അടിച്ച് കിട്ടി പിന്നെ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യലാണ് ഈ സ്റ്റുഡൻറ്റ് വിസ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ വർക്ക് പെർമിറ്റ് പക്ക ക്ലിയർ ആണോ, അവിടുത്തെ ജോലിയുടെ അവസ്ഥ എന്താണ്, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ബ്രോ അങ്ങനെയല്ലോ പറഞ്ഞത്, ഇങ്ങനെയല്ലോ പറഞ്ഞതെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആ അവസ്ഥ എന്താണ്, എനിക്ക് എത്ര ശമ്പളം കിട്ടും, എത്ര ജോലിൻ്റെ ടൈം എത്രയാണ്, അതുപോലെ തന്നെ റെൻറ്റ് എത്ര പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മന്ത്ലി നിങ്ങളിപ്പം ഒരു ഡെലിവറി ജോബൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്രയാണ് നിങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുക, ഡെയിലി ബേസ് എത്രയാണ് ഏൺ ചെയ്യാൻ പറ്റുക, നിങ്ങൾ പറയുന്ന. അപ്പം പല ഏജൻറ്റുമാരും പല രീതിയിലുള്ള തട്ടിപ്പുകൾ നിങ്ങളടുത്ത് പറയും, ഇത്ര നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, അത്ര ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ജെന്യൂനായിട്ട് നിങ്ങൾ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ച് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടൊന്നും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പം നിങ്ങൾ ആരായിട്ട് വരുമ്പം എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷമാണ് ഒരു വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ബേസിക്കായിട്ട് 1 വർഷം 2 വർഷമായിട്ട് അതുപോലെ തന്നെ 2 ആഴ്ച 3 ആഴ്ചത്തെ ആളുകൾക്ക് വന്ന് നിങ്ങൾക്ക് വിസ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെയൊക്കെ വിശ്വസിച്ചിട്ട് പോയി വിസൻ്റെ കാര്യത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്നില്ലാതെ നിങ്ങൾ വിചാരിച്ച ഒരു ലൈഫോ ഒന്നും റഷ്യയിൽ കിട്ടത്തില്ല. 100% ഉറപ്പാണ്. നിങ്ങൾ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പല രീതിയിലുള്ള തട്ടിപ്പുകൾ റഷ്യയിലേക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ഫ്രോഡുകളാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ഫ്രോഡ് വിസ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രോഡ് വിസയെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാതെ ആളുകൾ പോലും വിസ ഇപ്പം റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വെറുതെ പോയി നിങ്ങൾ പെടണ്ട എന്നുള്ള ഉദ്ദേശത്തോട് പറയുകയാണ്. നിങ്ങൾ
റഷ്യയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകളെ ഒരു ഇൻകം തന്നെയാണ്. കാരണം റഷ്യയിലുള്ള വിസ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു വിസയല്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വിസയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചെയ്യുന്ന വിസയിൽ പോയിട്ട് നിങ്ങൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റഷ്യയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ട്. ഓൺലൈനിൽ ടാക്സി ബുക്കിംഗ് ചെയ്യണം, അതുപോലെ തന്നെ എയർപോർട്ട് പിക്കപ്പ് ചെയ്യണം, അതുപോലെ തന്നെ മെഡിക്കൽ ചെയ്യണം, രജിസ്ട്രേഷൻ, ഫിംഗർ പ്രിൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെയൊക്കെ നിങ്ങൾ പോയി കാണാൻ നിങ്ങൾ പെട്ടുപോകും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജോലിക്കാണോ വരുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് ഒന്നും കൊടുത്തിട്ട് റഷ്യയിലേക്ക് വരാൻ നിൽക്കണ്ട. അതൊക്കെ നഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ വിസയൊക്കെ വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വലിയ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 100% പെട്ടുപോകും. നിങ്ങൾ യൂറോപ്പിൽ കൊടുക്കേണ്ട എമൗണ്ട് ഒന്നും റഷ്യയിലേക്ക് വേണ്ട. എത്ര വർഷത്തെ വിസയാണെങ്കിലും നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും കൊടുത്തിട്ട് വരാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ഇത്രയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് റഷ്യയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ശമ്പളവും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയൊരു ടെൻഷനാണ്. അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, വിസ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. വലിയൊരു ഇതിലൊക്കെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ശമ്പളവും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.